ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ദൂരത്തും ചാരത്തുമായി കാണുന്ന മാതാപിതാക്കൾ, പിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യെശയ്യാപ്രവചനം അതിൻ്റെ 12-1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ ഹായ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവകളിൽ നിന്നും വെള്ളം കോരുവിൻ. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ജാതികളുടെയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ, അവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ചില പ്രോഗ്രാം രണ്ടാമതിടുവാൻ കാരണം ഈ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ റൂൾസ് എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തമ്പനിൽ ക്രിയേറ്റ് ചെയ്യുവാൻ പറ്റിയില്ല. അതുകൊണ്ട് ചില പ്രോഗ്രാം രണ്ടാമത് ഇടേണ്ട വന്ന അവസ്ഥകളുണ്ട്. സാദരം നിങ്ങൾ ക്ഷമിക്കുക. ഇപ്പോൾ എല്ലാം തമ്പനിൽ ക്രിയേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സാദരം ക്ഷമിക്കണം. ഈ പ്രോഗ്രാം കാണുന്നവരെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. വചനത്തിന് വിപരീതമായി പൊങ്ങുന്ന എല്ലാ പാതാള ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഐ ഹെബോന റസോ ലോന്തോ റോബനാദിയ. കർത്താവേ, കുടുംബത്തിലുള്ള നിരാശകൾ, ഭാരങ്ങൾ, രോഗാവസ്ഥകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പാതാള ശക്തികൾ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ മാറട്ടെ. അൻഹിബോലോ റാസിയാന ഹത്തിയ. പാതാള ശക്തികൾ ഉടഞ്ഞു മാറട്ടെ. ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ കുടുംബ മണ്ഡലത്തിൽ നിന്നും മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ ഓരോ കുടുംബങ്ങളിൽ കൽപ്പിക്കുന്നു. അടഞ്ഞ വഴികൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. അൽബറോ സെക്കനിയ. നിരാശകളെല്ലാം വ്യക്തിമണ്ഡലങ്ങളിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഹായ് ഖെമോനോ ലാഥോറോ റഷി ജാന ഹബുനക്കിയ റോസ്തോ ലാന്തോറ ഹസ്തിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ അസമാധാന ശക്തികൾ മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ പകരുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യെശയ്യാവ് പറയാണ്, അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തകത്തിൽ അന്നാൾ, ആ ദിവസം, വരുവാനുള്ള ദിവസം, ഇങ്ങനെ ഓരോ വാക്കുകൾക്കും വളരെ പ്രാധാന്യമുണ്ട് വേദപുസ്തകത്തിൽ. യെശയ്യാവ് പറഞ്ഞത് അന്നാളിൽ. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും പറയുവാൻ പറ്റും അന്നാളിൽ. സംഗീതക്കാരനായ ദാവീദിനോട് ചോദിച്ചാൽ പറയും, ദാവീദും പറയും, അന്നാളിൽ എനിക്കും ഒരുപാട് പറയുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ചോദിച്ചാൽ നമുക്കും ഓരോന്ന് പറയുവാനുണ്ട്. കഴിഞ്ഞ കാലം, വരുവാനുള്ള കാലം, അന്നാളിൽ, ആ ദിവസം എനിക്ക് പറയുവാനുണ്ട്, ഞാൻ ഓർക്കുവാനുണ്ട്, ചിന്തിക്കുവാനുണ്ട്. യെശയ്യാവിനോടും ചോദിച്ചാൽ, യെശയ്യാവേ, നിനക്കെന്താണ് പറയുവാനുള്ളത്? യെശയ്യാവിനോട് ദൈവം ഒരുപാട് കാര്യങ്ങൾ അതേ അരുൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ യെശയ്യാവിനോട് ഇപ്പോൾ നമുക്ക് ചോദിച്ചാൽ, അല്ലയോ യഹോവേ, നിനക്കെന്താണ് പറയുവാനുള്ളത്? യെശയ്യാപ്രവചനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ യെശയ്യാവിന് പറയുവാനുള്ളത്, ഉഷ്യാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രം വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറബുകൾ അവന് ചുറ്റും നിന്നും ഓരോരുത്തരും 6 ചിറകു ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് അവർ പറന്ന് ഓരോരുത്തരും സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, സർവ്വഭൂമിയിലും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി.
ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഒരു ശുദ്ധമില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധമില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടു എല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സർവ്വകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിയിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വരുന്നത്, അത് എൻ്റെ വായി തൊട്ട്, ഇതാ നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപം പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകേണ്ടു എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടു. അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യെശയ്യാവിന് പറയുവാനുള്ളത്, യെശയ്യാവിൻ്റെ അകൃത്യത്തെ മാറ്റിയ ഒരു ദൈവത്തെ പറയുവാൻ കാട്ടും. ഞാൻ അശുദ്ധിയില്ലാത്ത അധരങ്ങളിൽ വസിക്കുന്ന മനുഷ്യനാണ്. എന്നാൽ യെശയ്യാവിൻ്റെ അധരത്തെ അതേ തീൽക്കണൽ തൊട്ടപ്പോൾ തൻ്റെ അകൃത്യം മോചിപ്പിച്ചു. യെശയ്യാവിന് ഒരുപാട് പറയുവാനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആ നാളിൽ, വരുവാനുള്ള നാളിൽ, ഈ കാണുന്ന ആകാശവും ഭൂമിയും മുഴുവനും അതേ മാറിപ്പോകും. എന്നാൽ മാറാത്ത ദൈവത്തിൻ്റെ വചനം, അന്നാളിൽ സംഭവിക്കുവാനുള്ളത്, മലാക്കിയുടെ പുസ്തകം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും തള്ളാടിയാക്കും. വരുവാനുള്ള ആ ദിവസം വരും കൊമ്പും ശേഷിപ്പിക്കാതെ അതേ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗശാന്തിയോടുകൂടി ഉദിക്കും. നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്നും വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽ കീഴിൽ വെണ്ണീരായിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു. ഞാൻ ഹോറോബിൽ വെച്ച് എല്ലാ ഇസ്രായേലുകൾക്കു വേണ്ടിയും എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ച ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നു. മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഈ കാണുന്ന ആകാശവും ഭൂമിയും മുഴുവനും ദൈവം ഒരു തീക്കോളത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്ത് ഉണ്ടാക്കുന്നത് മുഴുവനും വേസ്റ്റാണ്. ഒരുപക്ഷെ നമുക്ക് ഒന്നും ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുവാൻ സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളായവരൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും തള്ളാടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും അശേഷിപ്പിക്കാതെ അവയെ ദഹിപ്പിച്ച് കളയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ചൂള പോലെ കത്തുന്ന ആ ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളെ ഒക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും തള്ളാടിയാകും. വരുവാനുള്ള ആ ദിവസം വരും, കൊമ്പ് ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ച് കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവയായ അരുൾ ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആ വരുവാനുള്ള നാളിൽ നമ്മൾ ആ കോപത്തിൽ അകപ്പെടാതെ, നമ്മൾ ആ ന്യായവിധിയിൽ അകപ്പെടാതെ, നമ്മളും അതേ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മറ്റൊരുവനിലും രക്ഷയില്ല.
അത് ആകാശത്തിൻ്റെ കീഴിൽ മാനവരുടെ ഇടയിൽ ഏക ഒരു നാമം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, അത് യേശുവിൻ്റെ നാമത്തിലാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിനെ ആരെല്ലാം വിളിച്ചുവോ അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയും അനുഗ്രഹവും അതിനപ്പുറമായി നിത്യജീവനെ നേടുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അന്നാളിൽ വരുവാനുള്ള നാളിൽ നീ ന്യായവിസ്താരത്തിൽ നിൽക്കാതെ, നീ ന്യായവിസ്താരത്തിൽ കടക്കാതിരിക്കുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ആഹ്വാനം ചെയ്യുന്നത്. നീ കർത്താവിൻ്റെ വചനം പാലിക്കുവാൻ, കർത്താവിൻ്റെ വചനം നീ അനുസരിക്കുവാൻ നീ തയ്യാറെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിനക്ക് ജയം പ്രാപിക്കുവാൻ സാധിക്കും. യോഹന്നാനോട് പറയുമ്പോൾ യോഹന്നാനോട് നമുക്ക് ചോദിക്കാം, അല്ലയോ യോഹന്നാനെ, നിനക്ക് എന്താണ് പറയുവാനുള്ളത്? യോഹന്നാൻ പറയും, അന്നാളിൽ അത് എനിക്ക് പറയുവാനുണ്ട്. അന്നാളിൽ അത് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ അത് നല്ല തന്നെ നാടുകടത്തി, അന്നത്തെ രാജാക്കന്മാർ നാടുകടത്തി പത്മോസ് ദ്വീപിൽ ആരും വസിക്കാത്ത മൃഗങ്ങളും ഇഴജന്തുക്കളുമുള്ള ഒരു ദ്വീപിൽ കൊണ്ട് പത്മോസ് ദ്വീപിൽ തൻ്റെ കർത്താവിൻ്റെ ശിഷ്യനെ തള്ളിക്കളഞ്ഞു. അവൻ തീർന്നു എന്ന് ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിലെ ആ പടയാളികൾ രാജാക്കന്മാർ ചിന്തിച്ചുവെങ്കിലും, എന്നാൽ അവിടെ അത് കർത്താവിൻ്റെ ദാസൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ആത്മപരവശനായി അവിടെ ഒരു ദർശനം കാണുവാനിട വന്നു. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ യേശു ഇന്ന് എവിടെ ജീവിക്കുന്നു എന്ന് അറിയാത്ത അനേകരുണ്ട്. അത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് അഭിഷേകം ചെയ്ത വ്യക്തികളല്ല, അതിനപ്പുറമായി അനേകർ, കോടിക്കണക്കിന് ജനങ്ങൾ ക്രിസ്തു എവിടെ ജീവിക്കുന്നു എന്ന് അറിയാത്തവരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യോഹന്നാന് പറയുവാനുണ്ട് അന്നാളിൽ, അത് എനിക്ക് പറയുവാനുള്ളത് അന്നാളിൽ ഞാൻ കണ്ടത് എന്തെന്നാൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ അതേ ഓരോരുത്തരുടെ ജീവിതത്തിൽ അന്നാളിൽ വരുവാനുള്ള നാൾ, അങ്ങനെ പലതും നമുക്ക് പലരോടും പറയുവാനുണ്ട്. എന്നാൽ യോഹന്നാന് പറയുവാനുള്ളത് അത് നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സമൂന, പെർഗമോസ്, യുത്യമുവ, സർവീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന് 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ ഒരു കാഹളനാദം എൻ്റെ പുറകിൽ നിന്ന് കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 7 പൊൻനിലവിളക്കുകളും നിലങ്ക വിളക്കുകളും നടുവിൽ നീലങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനായ സാദൃശ്യമുള്ളവനായ ഒരുവനെ കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെയും ഹിമത്തോളം വെള്ളയും, കണ്ണ് ഒത്തതും, കാൽ ഉഴച്ചാൽ ചൂടി പഴിപ്പിച്ചതും വെള്ളയോടിനും സാദൃശ്യവും. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കൈ 7 നക്ഷത്രം ഉണ്ട്. അവൻ്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവാൾത്തലയുള്ള വാൾ പുറപ്പെടുന്നത്. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് യോഹന്നാൻ, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. യോഹന്നാനോട് യേശു പറയുകയാണ്, യോഹന്നാനെ, ഞാൻ ക്രൂശിൽ മരിച്ചവനാണ്, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനാണ്, നീ ഭയപ്പെടേണ്ട. ഞാൻ മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു.
മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ട ഇപ്പോൾ ഉള്ളത് ഇനി സംഭവിക്കുവാനുള്ളതും എൻ്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രവും 7 മർമ്മവും 7 പൊൻനിലവിളക്കുകളും വിവരവും എഴുതുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യോഹന്നാനോട് നമുക്ക് ചോദിച്ചാൽ കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ യേശുവിൻ്റെ മാറോട് താങ്ങി നിന്ന യോഹന്നാൻ കണ്ട ഒരു ദർശനമാണ്. അന്നാളിൽ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ സാധിക്കും. ജീവൻ്റെ നാഥനെ സ്വീകരിക്കൂ, ജീവൻ്റെ ദൈവത്തെ കണ്ടിടുക, ജീവൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ, ജീവൻ്റെ നാഥനെ അറിയുക നിങ്ങൾ, ജീവൻ്റെ നാഥനെ സ്വീകരിക്കൂ, ജീവൻ്റെ ദൈവത്തെ കണ്ടിടുക. പാപകുലത്തിൽ കിടന്നു മനുഷ്യനെ പാപക്കറയിൽ നീ വീഴരുതേ, നിന്റെ പാപം കഴുകിടുവാൻ കാൽവരിയിൽ രക്തം ചിന്തി, ജീവൻ്റെ നാഥനെ സ്വീകരിക്കൂ, ജീവൻ്റെ ദൈവത്തെ കണ്ടിടുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ക്രൂശിതനായി നമ്മൾക്ക് വേണ്ടി മാനവരാശിയുടെ പാപങ്ങൾ താൻ ചുമന്നുകൊണ്ട് ക്രൂശിതനായി മരിച്ച ആ യേശുക്രിസ്തു മരിച്ച് 3 ദിവസം, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു, തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ആ യേശു ഇന്നും ജീവിക്കുന്നു എന്നും നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. എൻ്റെ മുഖം സൂര്യൻ്റെ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ എൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവിൻ്റെ കയ്യിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലും സർവത്തിൻ്റെയും അധികാരമനായ സർവത്തിൻ്റെയും ഉടയവനായ ദൈവം, ആ സർവശക്തനായ ദൈവം നമ്മളോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഭയപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളിൽ ഈ പ്രോഗ്രാം കാണുമ്പോൾ, യൂട്യൂബിൽ കാണുന്ന പ്രോഗ്രാം കാണുമ്പോൾ അനേക നിരാശയോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. വിശ്വസിച്ചാൽ നിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. കുടുംബ മണ്ഡലങ്ങളിൽ നിരാശയോടെ ഇരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളോട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിൻ്റെ ഈ സിറ്റുവേഷനെ മാറ്റി ഞാൻ നിന്നെ ദേശത്ത് ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രോഗ്രാം കാണുന്ന ചില കുടുംബങ്ങളോട്, ചില വ്യക്തി ജീവിതങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. അതിന് ദൈവത്തിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ വചനം നീ അനുസരിക്കുവാൻ, നീ അത് പാലിക്കുവാൻ, അത് ജീവിതത്തിൽ നിറവേറ്റുവാൻ നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായി നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി ദേശത്ത് നിന്നെയും നിൻ്റെ കുടുംബത്തെ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുന്നു. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ ഹായ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ യേശുവിൽ ആശ്രയിച്ചാൽ നീ ആരെയും ഭയപ്പെടാതെ നിനക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ശക്തിയും ബലവും പകരുന്നവൻ, അതിനപ്പുറമായി നിത്യതയിൽ പോകുവാനും നിനക്ക് ശക്തി പകരുന്ന ഒരു യേശു കർത്താവിനെ കാണുവാൻ സാധിക്കും.
രക്ഷയ്ക്കായി തീർന്നിക്കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരുവിൻ. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, എൻ്റെ ജീവിതത്തിലും ഒരിക്കൽ യാത്രവേളയിൽ ഞാനൊരിടത്ത് വാഹനം നിർത്തിയ വേളയിൽ ഒരു രാത്രിയിൽ 8 മണിയായി. ആ സമയങ്ങളിൽ ആ ദേശത്ത് പവർ കട്ടുണ്ടായിരുന്നു. ഞാൻ വാഹനം നിർത്തിയ വേളയിൽ പെട്ടെന്ന് എനിക്ക് തോന്നി ആരോ ഒരാൾ പിന്നിൽ വരുന്നു എന്ന് തോന്നി. പെട്ടെന്ന് ഞാൻ വാഹനം സ്റ്റാൻഡ് ചെയ്ത് വെച്ച് പെട്ടെന്ന് പുറത്തിറങ്ങിയ വേളയിൽ ആരാണ്ട് നടന്നു വരുന്നു എന്നുള്ള ഒരു ഊഹം എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് എൻ്റെ കയ്യിലിരുന്ന മൊബൈലെടുത്ത്, പഴയ റിലയൻസിൻ്റെ മൊബൈലായിരുന്നു, അതെടുത്ത് യേശുവേ എന്ന് പറഞ്ഞ് അടിച്ചു നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു വലിയ വടിവാളുമായി എന്നെ വെട്ടിക്കൊല്ലുവാൻ നിൽക്കുന്ന ഒരു കാഴ്ച കാണുവാനിട വന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ ആ മനുഷ്യൻ വിറച്ചു പോയി നിൽക്കുന്ന ഒരു കാഴ്ച കാണുവാനിട വന്നു. ഞാൻ അവിടുന്ന് ഓടുവാനിട വന്നു. എന്നാൽ ആ മനുഷ്യൻ എന്നെ പിന്നാലെ വരുവാൻ സാധിച്ചില്ല. കാരണം യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ അന്ധകാര ശക്തികൾ തകർന്നു നിൽക്കും. അൽ ഹെബോറ ഹസ്തിയ, നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ ഉയർത്തുന്നവരായി മാറണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചെറിയ നന്മകളും മഹത്വം പറയുന്നവരായി മാറണം. അന്ന് എൻ്റെ യേശു എൻ്റെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. എങ്ങനെ മരണത്തിൽ നിന്ന് വിടിച്ചെന്നറിയാമോ? യേശുവേ എന്ന് ഉറക്ക നിലവിളിച്ചപ്പോൾ വടിവാളുമായി ഒരു മനുഷ്യൻ ശരീരം മുഴുവനും എണ്ണകിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒറ്റ വെട്ടിനെ കൊല്ലുവാൻ കൈ ഊങ്ങി നിൽക്കുന്ന ഒരു വടിവാളുമായി നിൽക്കുന്ന മനുഷ്യനെയാണ് കാണുവാനിട വന്നത്. യേശുവേ എന്ന് വിളിച്ചപ്പോൾ ആ വടിവാളുമായി നിന്ന മനുഷ്യൻ അത് മരിച്ചവനെ പോലെ കൈ ഉയർത്തി നിൽക്കുന്നത് കാണുവാനിട വന്നു. ആ സമയത്ത് എനിക്ക് ഓടി രക്ഷപ്പെടുവാനിട വന്നു. എൻ്റെ സുവിശേഷ വേലയിലായിരുന്നു. കർത്താവ് അവിടുന്ന് അത്ഭുതകരമായി വിളിച്ചു. നമ്മുടെ യേശുവിനെ പോലെ സ്നേഹിക്കുവാനും കരുതുവാനും ആർക്കും സാധ്യമല്ല. ആ കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടട്ടെ. അനേക മരണങ്ങളിൽ നിന്നും കർത്താവ് വിടുവിച്ചു. അൽ ഹേബുരിയ ഷംദരിയ, നമുക്ക് ഓരോരുത്തർക്കും പറയുവാനുണ്ട്. അന്നാളിൽ എനിക്കും പറയുവാനുണ്ട്. എൻ്റെ യേശു നടത്തിയ കാര്യം എനിക്കും പറയുവാനുണ്ടെന്ന് നമുക്ക് പറയുവാനുണ്ട്. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷയും യഹോവയായ ഹായ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവകളിൽ നിന്ന് വെള്ളം കോരുവിൻ. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, അനേകർ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന അനേക വിഷയങ്ങളുണ്ട്. കർത്താവെ, ജോലി ചെയ്ത് ശമ്പളം കിട്ടാത്ത അവസ്ഥകളുണ്ട്. ജോലി ഇല്ലാതെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. മകളുടെ വിവാഹ ആവശ്യത്തിന് ഫൈനാൻസ് മേഖലകളില്ലെന്ന് പറയുന്ന അനേക കുടുംബങ്ങൾ, അനേക കുടുംബനാഥന്മാർ പ്രാർത്ഥന അപേക്ഷിച്ചവരുണ്ട്. കർത്താവ്, മകൾക്ക് പഠിക്കുവാൻ വേണ്ടി യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് കടന്നു പോകണം, അതിന് ഫൈനാൻസ് മേഖലകളില്ലാത്ത അവസ്ഥകളുണ്ട്. കർത്താവെ, ഇതെല്ലാം കർത്താവെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവേ, അവിടുത്തെ അദൃശ്യമായ കരങ്ങളിൽ നീട്ടി ഈ വിഷയത്തിൻ്റെ മേൽ അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് അൽബറോ ഹസ്തി ശബനഹസ്യ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ശൂന്യതകളെ കൊണ്ടുവന്ന് നിരാശകൾ, ഭാരങ്ങൾ, ആത്മഹത്യ ചെയ്യുവാനുള്ള ചില ടെൻഡൻസ്, ചില ചിന്താമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന അങ്ങനെയുള്ള എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ നസ്രേനായ യേശുവിൻ നാമത്തിൽ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. വലിയ ഫൈനാൻസ് മേഖലകൾ തകർച്ചകളുണ്ട്. അതെൻ്റെ മുന്നിൽ ഇനി മരണമല്ലാതെ ഒന്നുമില്ലെന്ന് പറയുന്ന ചില സഹോദരിമാരോട് ദൈവ